ഇങ്ങനെ രണ്ട് തരത്തിലാണ് ഉരുളുപോലെ കലാശങ്ങൾ എടുക്കാറുള്ളത്. ഇത് കഴിഞ്ഞാൽ തകർന്നേലേക്ക് അടക്കാം. സാധാരണ ഇങ്ങനെ ത്രിപുട ഒരു അരമണിക്കൂറൊക്കെ ത്രിപുടയായിട്ട് പൊട്ടുന്നുണ്ടെങ്കിൽ ഇതിൽ 14 കലാശം വീതം വരെ ഓരോ ഉരുളുപോലിലും 2 ഉരുളുപോലിലും ഒരു ആദ്യത്തേല് 14 പിന്നത്തേല് 14 പിന്നത്തെ തകൃതയില് 14 പിന്നെ കുഴ മറിഞ്ഞു കഴിഞ്ഞാൽ എത്രത്തോളം എടുക്കാൻ പറ്റും അതുപോലെ പിന്നെ കൂട്ടുകയും ചെയ്യും. അങ്ങനെയൊക്കെ 3-4 ഘട്ടങ്ങളായിട്ട് തന്നെ ത്രിപുട കൊട്ടിക്കലാശിക്കാനുള്ള ഒരു പതിവും ഉണ്ട്. ഇത് ഞങ്ങളുടെ ഭാഗത്തൊക്കെ എപ്പോഴും ഇതിന്റെ ആവശ്യം വരാറുണ്ട്. എല്ലാ ഭാഗത്തും എല്ലാ ത്രിപുട ഇങ്ങനെ വിസ്തരിച്ച് കൊട്ടിയിരുന്നു എന്നുള്ളതാണ് എൻ്റെ അറിവ്. എന്തായാലും പറ്റിയിട്ട് ഇത്രയും കാര്യങ്ങളാണ് പറയാനുള്ളത്. ഇനി ഇതിലെന്തെങ്കിലും പോയിട്ടുണ്ടെങ്കിൽ അതും കൂടി പറയാം, ചോദിക്കണം. എനിക്ക് അറിയണ കാര്യങ്ങൾ ഞാൻ മറുപടി പറയാം, അറിയാത്ത കാര്യങ്ങൾ നമുക്ക് അറിവുള്ളവരോട് ചോദിക്കാം എന്നുള്ള മറുപടി ഞാൻ പറയാം. ഏതെങ്കിലും കാര്യങ്ങൾ സംസാരിക്കാൻ ഉണ്ടെങ്കിൽ അതുകൂടി പറയാം. ഈ ത്രിപുട കഴിഞ്ഞിട്ട് ഈ ഭാഗത്ത് പണ്ട് കാലത്ത് ഇങ്ങനൊരു ഭാഗം കൂട്ടുന്നതാണ്. അത് എനിക്കറിയില്ല. ഈ ഭാഗത്ത് പൊട്ടിയിരുന്നു. അത് കോഴിക്കോട് മുതലേ കണ്ണൂർ ഭാഗത്താണ്. 1-2 മേളങ്ങളിൽ ഞാനത് കേട്ടിട്ടുണ്ട്. സാധനമാണ്. ത്രിപുടയുടെ അടുത്ത ഒരു കാലം പോലെ ഏകതാളത്തിൽ പോയിട്ടാണ് കലാശം. നല്ലൊരു സാധനമാണ് അത്. അതെ അതെ രസമായിട്ടുള്ള സാധനമാണത്. അപ്പോ വേറെ ഒന്നും പ്രത്യേകിച്ച് ഇല്ലാതെ വിചാരിക്കണു. പഠന ശിബിരത്തിൽ കൂടിയാണ് ഞാനിത് പറയാറായി. ഒരു 2014 മുതൽ ഒരു 2008 മുതൽ ഏകദേശം 12 വരെയുള്ള ആ കാലഘട്ടത്തില് മേള പഠന ശിബിരങ്ങൾ, എല്ലാ മേളങ്ങളും പക്ഷെ എല്ലാവരും എല്ലാ ദിവസവും ഉണ്ടാവണം. എനിക്ക് നിർബന്ധമുള്ള ഒരു സംഗതി എന്താ വെച്ചാൽ 2 കാര്യം ഞാൻ പറയും. ഒന്ന്, പഞ്ചാരി 3-ാം കാലം അറിയണ ആൾക്കാരായിരിക്കണം, എന്നാലേ ബാക്കി മേളങ്ങൾ പറഞ്ഞു കൊടുക്കാൻ പറ്റില്ല. പാണ്ടി മേളം തറോ ആക്കിയിട്ട് വിടാൻ പറ്റില്ല, പറഞ്ഞു കൊടുക്കാനേ പറ്റില്ല. കാരണം പാണ്ടി ഓരോ ഘട്ടങ്ങളും വ്യത്യസ്തമായതുകൊണ്ട് ബൈഹാർട്ട് ആക്കിയിട്ട് വിടാൻ പറ്റില്ല. ബാക്കി മേളങ്ങളൊക്കെ കാലത്ത് ആദ്യത്തെ ദിവസത്തെ പഞ്ചാരി മേളത്തോട് കൂടിയിട്ട് 10 കാലം 2-ാം കാലം പഞ്ചാരിയിൽ പഠിപ്പിക്കൽ കഴിയും. പിന്നെ അതുമൊന്നും എടുത്തിട്ട് ചെമ്പയും ചെമ്പടിയും അഞ്ചടന്റെയും അടന്റെയും തിരുവൊക്കെ പഠിപ്പിക്കുകയുള്ളൂ. ഒക്കെ പഞ്ചാരിയിൽ നിന്ന് എടുത്ത് കാണിച്ചു കൊടുക്കാവുന്ന സംഗതിയുള്ളൂ. നമ്മളിപ്പോ ഇവിടെ പാണ്ടിയുടെ ഇതിലും ആദ്യത്തെ നേർഗോൾ ഘട്ടത്തിൽ ഞാൻ പറഞ്ഞത്, ആദ്യം താളത്തിന്റെ ഇരട്ടിയിൽ പൊട്ടിക്കൊണ്ട് നിൽക്കുന്ന നിലയിൽ നിന്ന് താളത്തിന്റെ 4 ഇരട്ടിയിലുള്ള നിലയ്ക്ക് കയറുമ്പോൾ പഞ്ചാരി പതികാലത്തിന്റെ കലാശത്തിന്റെ ഖണ്ഡത്തിലേക്കാണ് ഞാൻ എല്ലാവരും ശ്രദ്ധ കൊണ്ടുപോയത്. അതുപോലെ നമുക്ക് ഓരോന്നിനും ഓരോ ഉപായങ്ങൾ ഉപയോഗിക്കാനുണ്ട്. അത് ഉപയോഗിച്ചാൽ ഈ പറഞ്ഞ പോലെ നമുക്ക് പഠന ശിബിരങ്ങൾ നടത്താൻ സാധിച്ചിരുന്നു. അങ്ങനെയുള്ള ഒരു എക്സ്പീരിയൻസ് കൊണ്ടാണ് ഇപ്പൊ ഞാൻ ഇത് ചെയ്യണത്. അപ്പൊ അതിൽ നിന്ന് തന്നെയാണ് നമുക്ക് ഇങ്ങനെ പല കാര്യങ്ങളും, ഇപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞ കലാശത്തിന്റെ ഗണപതിക്കയിൽ നിന്നാണ് കലാശം, അങ്ങനെയുള്ളതൊക്കെ നമുക്ക് മനസ്സിലാവുന്നത് അങ്ങനെയാണ്. എന്തെങ്കിലും തെറ്റുകൾ ഉണ്ടെങ്കിൽ തിരിച്ചു കൊണ്ടുവരാൻ വേണ്ടി മാറ്റം വരുത്തണം. അതൊക്കെ മുൻഗാമികളിൽ നിന്ന് പകർന്ന് കിട്ടി വന്നപ്പോൾ കുറെ കാര്യങ്ങൾ നമുക്ക് നഷ്ടപ്പെട്ടു പോയിട്ടുണ്ട്. അതിലൊന്നാണ് ഇപ്പൊ ഈ പറഞ്ഞ ഈ ത്രിപുടയുടെ കാര്യം. അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെ ചില കാര്യങ്ങളിൽ നമുക്ക് അറിവില്ലായ ഇന്നും ഉണ്ട്. ഞാൻ ഇപ്പോഴും ഒരു എവിടെ ചെന്നാലും ഞാൻ ക്ലാസ് എടുക്കാം, എനിക്കറിയാത്ത കാര്യങ്ങൾ ചോദിച്ചാൽ എനിക്ക് പറഞ്ഞു തരണമെന്നും കൂടി പറഞ്ഞുകൊണ്ടാണ് ഞാൻ എൻ്റെ ക്ലാസ്സുകൾ അവസാനിപ്പിക്കാറുള്ളത്. അതുപോലെ തന്നെ ഇവിടെ എല്ലാവരുടെയും അനുഗ്രഹം കൂടി ഇതിൽ ഉണ്ടാവണം. എൻ്റെ അറിവില്ലായ്മ വല്ലതും ഉണ്ടെങ്കിൽ ക്ഷമിക്കും.